ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റ്, അതായത് 9/1/25 പത്തരമാറ്റിൻ്റെ കഥ അങ്ങനെ വെച്ചാൽ നമ്മൾ ആദർശ നയനേനെയും കൂടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണല്ലോ ചെക്കപ്പിന്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറയുക, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇനി എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞാൽ മതി, പിന്നെ നമുക്ക് ഇങ്ങനെ അസുഖമൊന്നുമില്ല, ഒക്കെ മാറി. അപ്പോൾ അവൾക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം, അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ കാണാം നമ്മളുടെ അനാമികയുടെ അച്ഛൻ വേണു അങ്ങോട്ട് കയറി വരുന്നു. വേണു വരെ കാണുമ്പോൾ ഇതെന്താ, ഇവൾക്കെന്താ പറ്റിയത്, ഇവളെന്താ ഇവിടെ, ഇവനെന്താ ഇവളെയും കൊണ്ട് നടക്കുന്നത്, അങ്ങനെ ഒരു 100,000 സംശയങ്ങൾ അയാൾക്ക്. ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല വിശേഷം ഉണ്ടോ, അതോ ഇവൾക്ക് വല്ല തളർച്ചയുണ്ടോ, അതോ ഇനിയിപ്പോൾ ദേവയാനീനെ പോലെ കിഡ്നി വല്ലതും അടിച്ചു പോയോ, എന്തായാലും കിഡ്നിയോ കാരണം എന്തായാലും അടിച്ചു പോയിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു, എന്തായാലും ഇത് അറിയിക്കേണ്ടവരിപ്പോൾ തന്നെ അറിയിക്കട്ടെ എന്നും പറഞ്ഞിട്ട് മകളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. പാവം ഇവർ രണ്ടുപേരും ഇത് കാണുന്നില്ല, മനസ്സിലായോ. അതിൽ ഇവർ രണ്ടുപേരും കൂടെ പതുക്കെ നടന്ന് പോകാം, നീ വാ നമുക്കെന്തെങ്കിലും ചെയ്യാൻ അറിയാം, അപ്പോൾ എനിക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം ആദർശേട്ടാ എന്ന് പറയാൻ. അപ്പോൾ പറയും പുറത്തൊന്നും പോകണ്ട, അമ്പലത്തിൽ പോകണമെങ്കിൽ അമ്പലത്തിൽ പോകാനാണ് ഒന്നാമത്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ ഇപ്പോൾ പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചോ, എവിടെ ഇരുന്നാലും ദൈവം കേൾക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചും കൊണ്ട് ഡോക്ടറുടെ റൂമിലേക്ക് പോവാണ്. അപ്പോഴേക്കും ന്യൂസ് അവിടെ എത്തി. അപ്പോൾ ദേവയാനി ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ അനാമിക വെള്ളമൊക്കെ കൊടുന്ന് കൊടുക്കാൻ, മരുന്ന് വെള്ളമൊക്കെ കൊടുന്ന് കൊടുക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് അപ്പോൾ ആദർശേട്ടൻ ഇവിടുന്ന് ജോലിക്കാന്നും പറഞ്ഞു പോയിട്ട് അവളുടെ അടുത്ത് പോയിരിക്കുക, അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. അവൾക്കെന്തോ നല്ല ഇടത്തേക്ക് നല്ല തളർച്ച ഉണ്ട്, ഇനിയിപ്പോൾ വല്ല വിശേഷം ഉണ്ടാണോ പറയുമ്പോൾ ദേവയാനി ആണ് അന്തം വിട്ടൊക്കെ, അങ്ങനെയൊന്നും വരാൻ വഴിയില്ല എന്നറിയാം. ഇപ്പോൾ വല്യമ്മയുടെ കൂടെയല്ലേ ഇരിക്കേണ്ടത് ആദർശേട്ടൻ, ഇവിടുന്ന് ജോലിക്കാന്നും പറഞ്ഞു പോയിട്ട് ഇപ്പോൾ അവളെയും കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് മാക്സിമം അവരെ ചൂട് പിടിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവർ പറയും, അവളിപ്പോൾ ദേവന് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വരാൻ വഴിയില്ല, അവൾക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ആവും, അതാവും ഇതാവും എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സ്വയം സമാധാനിക്കുകയാണ്. എന്തായാലും ആദർശേട്ടൻ ചെയ്യുന്നത് ശരിയല്ല, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആദർശേട്ടന് അവളോടാണ് സ്നേഹം, വല്യമ്മോട് ഇപ്പോൾ ഒന്നും സ്നേഹമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വല്യമ്മയുടെ കൂടെ ഇരിക്കണ്ടേ, അവളടുത്ത് ഏത് നേരം അവളടുത്ത് പോയിരിക്കുന്നത് എന്തിനാണ്. എന്തൊക്കെ പറഞ്ഞാലും ദേവയാനീനെ എങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവളങ്ങോട്ട് ഇങ്ങനെ ഒന്ന് നോക്കും, ഇളകി, കാരണം അപ്പോഴേക്കും തുടങ്ങി ടെൻഷൻ. അപ്പോൾ അവളിങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കിയിട്ട് ചിരിച്ചിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ ഡോക്ടറെ അടുത്ത് കണ്ട് ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, ഈ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ ഉഷാറായിട്ടുണ്ട് ആൾ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതുവരെ പിന്നെ അമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലേ, മരുമോളാണ് ഇത് കൊടുത്തത് എന്നുള്ളപ്പോൾ ആദർശറിയില്ല, അറിഞ്ഞിട്ടില്ല, അറിയും, ഒക്കെ മനസ്സിലാവും, അധികം ഇത് വരില്ല. ഇപ്പോഴത്തെ ഇത് ഒന്നാണ്ട് കഴിഞ്ഞോട്ടെ, ഇത് മനസ്സിലാവുമ്പോൾ പിന്നെ ഒരിക്കലും അമ്മ നയനമോളെ വിട്ടു പോവില്ല, അത്രയും സ്നേഹവും അവർക്ക് എന്നൊക്കെ പറയും. പിന്നെ ഒക്കെ ഇതായി വരുമൊന്നുമില്ല, പ്രശ്നമില്ല, അപ്പോൾ മലയ്ക്ക് പോണ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കൂട്ടോ. അപ്പോൾ ഡോക്ടർ ഇനിയൊന്നുകൊണ്ടും പേടിക്കണ്ട മോളെ, എല്ലാം ശരിയാവും, മോളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നല്ല പോസിറ്റീവായിട്ടൊക്കെ തന്നെയാണ് നയനയോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ശരി, എന്നാൽ ശരി ഞങ്ങൾ പോവാം ഡോക്ടർ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയും. അപ്പോൾ ആദർശം പറഞ്ഞ് ഞാൻ അമ്മയും കൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ അങ്ങനെ നടന്നിട്ടുമ്പോഴേക്കും ദേവയാനായിട്ട് ഇവിടെ വന്നു. നീ ഇത് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവൻ സത്യം പറയും, ഞാൻ ഹോസ്പിറ്റലിൽ. എന്താ നീ ഹോസ്പിറ്റലിൽ എന്ന് പറയും. ഞാൻ നയനയും കൊണ്ട് വന്നത്. എന്താ അവൾക്ക് വല്ല കുഴപ്പമുണ്ടാവില്ല, ഇല്ല അവൾക്ക് തലവേദനയാണ് അമ്മ, അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് പറയും. അപ്പോൾ പറയും തലവേദന തന്നെയാണോ, അത് അവൾക്ക് പ്രഗ്നൻ്റ് ആണോ ചോദിക്കും. അപ്പോൾ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അവളെങ്ങനെയാണ് പ്രഗ്നൻ്റ് ആവുന്നത് എന്നൊക്കെ ചോദിക്കും. അല്ല, കഴുത്തിൽ മാല കിടക്കുന്നത്, മലയ്ക്ക് പോകണം, ശബരിമലയ്ക്ക് മാല ഇട്ടത് മറക്കരുത് നീ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് അവനെ ഇങ്ങനെ പറയും. പക്ഷേ അതിനൊക്കെ നല്ല സ്ട്രോങ് മറുപടി തന്നെയാണ് ആദർശ് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം ആദർശിന് ദേഷ്യം വരാൻ തുടങ്ങിയല്ലോ അവരുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ പിന്നെ പറയും, എന്താണ് നീ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്താ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ ഭാര്യയ്ക്ക് അസുഖമാകുമ്പോൾ ഞാൻ തന്നെയല്ലേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടത്, വേറെ ആരാ കൊണ്ടുപോകുക, അവൾക്ക് അത്രയും വയ്യാഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്നൊക്കെ പറയും. എന്താ വെച്ചാൽ ചെയ്യുക എന്നുള്ളതിൽ ദേഷ്യം വരുന്നുണ്ട്, രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നയനേൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മ വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്, അപ്പോൾ അതെന്ത് ചെയ്ത് നിൽക്കും, നീ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അവളിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയും, നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്, അത് അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത്, അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്, ആരോ നല്ലോണം ചൂട് പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ചൂട് പിടിപ്പിക്കുന്നത് ആരാണ്, അനാമികയും ജലജലാണ്ട് വേറെ ആരാ അവിടെ ചൂട് പിടിപ്പിക്കാനുള്ളത്. അപ്പോൾ അത് പറയും, അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ മെല്ലെ ഇങ്ങനെ നടന്നു പോവുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജയൻ റൂമിലേക്ക് വരുന്നതാണ്. ജയൻ റൂമിലേക്ക് വന്നിട്ട് പറയും, പിന്നെ അവൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു,
എന്ന് പറയും. അപ്പോൾ അതിനെന്താ പോയിക്കോട്ടെ, അവൻ്റെ ഭാര്യയല്ലേ, അവൻ്റെ ഭാര്യയ്ക്ക് വയ്യാണ്ടാകുമ്പോൾ അവൻ തന്നെയല്ലേ കൊണ്ടുപോകുന്നത്. അതെന്തിനാ അവൻ കൊണ്ടുപോകുന്നത്? പിന്നെ നിനക്ക് അസുഖമാകുമ്പോൾ ഞാനല്ലേ കൊണ്ടുപോയിരുന്നത്, നിനക്കും ഇതുപോലെ വയ്യാഴികയൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്, പിന്നെ എന്തിനാ അവർക്കതൊക്കെ നിഷേധിക്കണേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും എന്താണ്, എന്തൊക്കെയായാലും അനാമിക മോൾ തന്നെയാണ് നല്ലത്, അനാമിക മോളെ ഒരു പോലെയൊരു മോളായിരുന്നു ഇവിടെ വേണ്ടിയിരുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ പറയും നിനക്കറിയാഞ്ഞിട്ട് അനാമികയുടെ സ്വഭാവം എന്താണെന്നുള്ളത് നിനക്കറിയാഞ്ഞിട്ടാണ്, പിന്നെ നീ അപ്പോൾ നിനക്കപ്പോൾ മനസ്സിലായിക്കോളും എന്നൊക്കെ. അങ്ങനെ ജയനും കുറേ നയനയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. എല്ലാവരും നയനയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. ഈ 2-3 കഥാപാത്രങ്ങളെല്ലാവരും അല്ലാത്തവരൊക്കെ നയനയ്ക്ക് നന്മ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ജലജിയും അനാമികയും പിന്നെ എന്താ പറയുക ജാനകി, ഇവർ 3 പേരുമാണ് ഇവരുടെ ചേച്ചീനെ എത്തിനി കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മളെ നവ്യ കിച്ചണിൽ തോന്നുന്നുണ്ട് കയറി വരുമ്പോൾ അബി ഇറങ്ങിപ്പോവാ. നീ എങ്ങടാ പോണത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങടാ പോണത് പറയും, നിനക്കൊന്ന് നീ എന്താ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ് ചോദിക്കുമ്പോൾ ഞാൻ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനൊന്നും പോകണില്ല. അപ്പോൾ എന്തോ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് അമ്മായിയുടെ പിന്നെ പക്കനാളല്ലേ, ഇന്ന് എല്ലാവരോടും വ്രതം പിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, എന്നിട്ട് നീ വ്രതം പിടിച്ചോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കഠിന വ്രതമാണ് അറിയുന്നത്, നീ കള്ളം പറയരുത്. അപ്പോൾ നവ്യ നീ കള്ളം പറയരുത്, നീ കള്ളാണ് പറയുന്നത്, നിനക്കുണ്ടോ പട്ടിണി ഇരിക്കാൻ വയ്ക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല, സത്യമാണ്, അങ്ങനെ ഇങ്ങനെ അറിയാം. അപ്പോൾ പറയും അതെ അതെ നീ വ്രതം എടുക്കണ്ടോ വയ്ക്കണം. അപ്പോൾ നവ്യ അറിയാം എനിക്കതിൻ്റെ ആവശ്യമില്ല, എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, മാത്രമല്ല എനിക്ക് മരുന്നുകളൊക്കെ കഴിക്കേണ്ടത്, എനിക്കതിൻ്റെ ആവശ്യമല്ല പറയുക. എന്നാൽ ഞാൻ വ്രതം പിടിക്കും, ഇന്ന് ഇന്ന് ഭക്ഷണം ജലപാനം പോലും ഇല്ലാണ്ട് ഞാനിന്ന് വ്രതം എടുക്കും. കാണാൻ നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല അബി, നീ എന്തിനാ വെറുതെ ഇതാക്കി പറയുന്നത് അറിയുമ്പോൾ, നീ ഇന്ന് ഞാൻ വല്ല ഭക്ഷണവും കഴിക്കുന്നത് നീ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു മോതിരം വാങ്ങി ഇട്ട് തരും എന്ന് പറഞ്ഞു വെല്ലുവിളിക്കുകയാണ് അബി. ആരെ? നവ്യയുടെ അടുത്ത്. നവ്യ അതെ 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 എന്നറിയും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവർ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറയും നീ എനിക്ക് സംശയമുണ്ട്, നീ ഇത്രയും ഇത് വ്രതം പിടിക്കണ്ടോന്ന് തന്നെ ഉള്ളത്, നിൻ്റെ കയ്യിലേ സ്വഭാവമേ മോശമാണ്, പിന്നെ നമുക്ക് നോൺ വെജിലാണ്ട് ഭക്ഷണം ഇറങ്ങൂല, നീ നോൺ വെജ് കഴിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിൽ പറയും നീ വേണ്ടാത്തൊന്നും പറയരുത് എന്നിട്ട് തട്ടിക്കയറിയാണ് നവ്യ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ ചാടിത്തുള്ളി അങ്ങോട്ട് പോവുകയാണ് കാറെടുത്തിട്ട് പോകുന്ന സമയത്ത് നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണേ. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണെന്ന് അറിയണില്ല, ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വേഗം അങ്ങോട്ട് ചെന്നിട്ട് പറയാം വേഗം കൊണ്ടുപോകാമെന്ന് പറയാം, എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും, നമുക്ക് നോൺ വെജ് എന്തെങ്കിലും വേണോ നോക്കി. വേണ്ട നോൺ വെജൊന്നും വേണ്ട, എല്ലാവരും മലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുന്നത്, ഇത് മതി, എനിക്കാണെങ്കിൽ വിശന്നിട്ട് കുടൽ കത്തിയിട്ട് പോയി ഗ്യാസ് കയറി വയറ്റിൽ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ ഫുഡൊക്കെ കൊടുന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് വേഗം തിന്നുകയാണ്. അപ്പോൾ എന്ത് തീറ്റയാടാന്ന് പറയും. അപ്പോൾ ഇല്ല ഞാൻ പിന്നെ ഭക്ഷണം, അപ്പോൾ ഫുഡ് ഇങ്ങനെ വാരി വെച്ച് തിന്നുകയാണ്. അപ്പോൾ നിനക്ക് നോൺ വെജ് എന്തെങ്കിലും മേടിക്കുമ്പോൾ വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മളെ നവ്യ പിന്നാലെ ഓട്ടോവും കൊണ്ട് വരുവേ, ഓട്ടോ എടുത്തിട്ട് വരും. ഓട്ടോൻ്റെ അവൾക്ക് കാണും എൻ്റെ കാർ നിർത്തിയിട്ട് കാണുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നിർത്തി ഓട്ടോ പറഞ്ഞു വയ്ക്കും. എന്നിട്ട് പതുക്കെ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണും ഇവൻ ഇന്ന് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ അവൾ പതുക്കെ വന്ന് തലയിൽ കൂടെ സാരി തുമ്പൂട്ടിട്ട് മെല്ലെ വരികയാണ്. നല്ല വന്നിട്ട് നേരെ അവൻ്റെ അപ്പുറത്ത് വന്നിരുന്നിട്ട് മുഖം മറിച്ച് എന്ത് ചെയ്യും, ഫോണെടുത്ത് ഇവൻ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കും. അതിൽ പറയും എന്തൊരു കൊതിയനാവൻ, ഇവന് എന്തൊരു നുണയവൻ പറയുന്നത്, ഇന്ന് നിൻ്റെ കുറച്ച് കാശ് ഞാൻ പൊടിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇവ ഇരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, വല്യമ്മ തീരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു, ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ തട്ടിപ്പോയിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും. പിന്നെ അതേപോലെ ശബരിമലയ്ക്ക് പോണ കാര്യം, ഇവിടുന്ന് നടന്നു പോണ കാര്യമൊക്കെ പറയും. അപ്പോൾ ഇത്രയും ദൂരം നടന്നു പോയി, ഇല്ല അത് മാറ്റി, ഞങ്ങളിനി എരുമേലിൽ പോയി അവിടുന്ന് നടന്നു പോകാനാണ് തീരുമാനം, പിന്നെ സാധാരണക്കാരെ പോലെ പോയി നിന്ന് തൊഴുതു പറഞ്ഞതാണ് മുത്തശ്ശൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാം. മുത്തശ്ശൻ പഴയ ആളല്ലേ, ഓരോരോ നിയമങ്ങളാന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരനോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇവൾ വീഡിയോ എടുക്കണം നിന്നിട്ട് കേട്ടോ, നമ്മളുടെ നവ്യ. അപ്പോൾ പിന്നെ പറയും ഇനി എന്തെങ്കിലും വേണം സാറേ ചോദിക്കുമ്പോൾ ഒരു ഫ്രൈഡ് റൈസും ഒരു മഷ്റൂം ഫ്രൈയും വേണമെന്ന് പറയാം. അങ്ങനെ ഫുഡ് കൊടുക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇവൾ നിന്ന് സുന്ദരമായിട്ട് എല്ലാ വീഡിയോയും കഴിക്കുന്നതും ഒക്കെ. ഭാഗ്യത്തിന് നോൺ വെജ് തൊടുന്നില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അതും അവൾ പിടിച്ചു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. എന്തായാലും അബിക്കുള്ള നല്ലൊരു പണി നവ്യ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സീരിയൽ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണും. നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തേത്. പിന്നെ അതുപോലെ
എന്താ പറയുക, എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇത് കൂടാണ്ട് വേറെയും വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊന്ന് പറയണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.